ഹായ് ട്രേഡേഴ്സ്, നമുക്കിന്ന് BTC/USD ബിറ്റ്കോയിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. നമുക്ക് അതായത് തിങ്കളാഴ്ചത്തെ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. ഇന്നിപ്പം ഇന്നലെ അതായത് വെള്ളിയാഴ്ചത്തെ അവസാനം ശനിയാഴ്ച അവസാനം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ 1,18,320 അതായത് $118,320 മുകളിലേക്ക് വന്ന് നിൽക്കുകയായിരുന്നു. അവിടുന്ന് ഒരു റിട്രേസ്മെൻറ്റ് എടുത്തിപ്പം 118,060 നിൽക്കുകയാണ് ക്ലോസ് ചെയ്യുമ്പോൾ. അപ്പം ഇപ്പോഴും ബുള്ളിഷ് ട്രെൻഡാണ് മാർക്കറ്റുകളൊക്കെ അനലൈസ് ചെയ്യുന്നത്. അവരുടെ ടെക്നിക്കൽ അനാലിസിസ് കാണിക്കുന്നത് RSIയും അതുപോലെ മൂവിങ് ആവറേജൊക്കെ കാണിക്കുന്നത് ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് ബിറ്റ്കോയിനിൽ. ഓക്കെ, അപ്പം അതുപോലെ ഡോളറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പം 0.27 നഷ്ടത്തിൽ 98.46 നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ നമുക്ക് ഇന്നത്തെ ബിറ്റ്കോയിൻ്റെ റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കാം. അടുത്ത റെസിസ്റ്റൻസ് കാണിക്കുന്നത് 1,18,346 അതായത് 1,18,346. ഓക്കെ, അതിൻ്റെ അടുത്ത് രണ്ടാമത്തെ റെസിസ്റ്റൻസ് 1,19,088 അത് കഴിഞ്ഞ് 1,19,708 അതായത് ഏകദേശം 1,20 തൊട്ട് താഴെ നിൽക്കും. 1,20 നമുക്ക് ന്യൂസ് ഞാൻ കാണിച്ചു തരാം. 1,20 താഴെ നിൽക്കുന്നതാണ്, അത്ര വരെ പോകാൻ സാധ്യതയുണ്ടെന്നാണ് എല്ലാ ന്യൂസുകളും അനലിസ്റ്റുകളും പറയുന്നത്. പിന്നെ സപ്പോർട്ട് 1,17 1,17,430 അപ്പോൾ 1,17,430 പിന്നെ 1,17,147 പിന്നെ 1,16,688 അതായത് ഇപ്പോൾ പറഞ്ഞു വന്നത് ശരിക്കും 1,16ൻ്റെയും 1,18ൻ്റെയും ഇടയ്ക്ക് നമുക്ക് തിങ്കളാഴ്ച ട്രേഡ് ചെയ്യാൻ പറ്റും. ആ ഒരു റേഞ്ച് 1,16ൻ്റെയും 1,19 ആ ഒരു റേഞ്ചിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് 1,20 വരെയും ഇത് 1,15 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആ സമയത്ത് നോക്കിയിട്ട് നിങ്ങൾ വിശദമായി തീരുമാനമെടുക്കുക. പിന്നെ ന്യൂസുകൾ നമുക്ക് നോക്കാം. ഡാറ്റയൊന്നും തിങ്കളാഴ്ച ഡാറ്റ ഒന്നും കാര്യമായിട്ടൊന്നും വരാനില്ല. മറ്റ് ന്യൂസുകൾ നോക്കാം. ഇപ്പം കഴിഞ്ഞ വീക്കിൽ 1,23,000 വരെ ഡോളർ വരെ പോയായിരുന്നു ബിറ്റ്കോയിന്. അത് കഴിഞ്ഞ് 1,20 പിന്നെ 1,18 ഒക്കെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ന്യൂസ് കാണിക്കാം. അപ്പം പിന്നെ അതുപോലെ തന്നെ മാക്സിമം ഈ ഒരു വീക്കിൽ 1,16-15 റേഞ്ചിലൊക്കെ പോകാനുള്ള 1,16,000 ആ റേഞ്ചിലൊക്കെ പോകാനുള്ള ചാൻസുള്ളൂ. അതിലും ഇറങ്ങാൻ സാധ്യതയില്ല മിക്കവാറും. കാരണം ബുള്ളിഷ് ട്രെൻഡാണ് കാണിക്കുന്നത്. അതുകൊണ്ട് 1,18, 1,19, 1,20 1,20,000 ആ ഒരു റേഞ്ച് തന്നെയാണ് പിടിക്കാമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, മാർക്കറ്റ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കും ആ റേഞ്ചിലിരുന്ന് ഇത് ചെയ്യാം. പിന്നെ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക. വോളറ്റൈലിറ്റി പ്രത്യേകിച്ച് ബിറ്റ്കോയിനിൽ വോളറ്റൈലിറ്റി ഭയങ്കര കൂടുതലാണ്, ഭയങ്കര മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കി ഇക്വിറ്റിയും അതുപോലെ തന്നെ എന്താ പറയുക മാർജിനൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ മാർക്കറ്റുകൾ നോക്കി നമുക്കൊന്ന് ഫിബൊനാച്ചി നോക്കാം. അതിലും ഈ റേഞ്ച് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ റേഞ്ച് തന്നെയാണ് കാണിക്കുന്നത്. 116 റെസിസ്റ്റൻസാണ് 118, 19 പിന്നെ 19,700 ആ ഒരു റേഞ്ച് തന്നെ കാണിക്കുന്നത് 708. പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ടിലും ഫിബൊനാച്ചി അത് തന്നെ കാണിക്കുന്നത് 17 117, 117 പിന്നെ 116 ആ ഒരു റേഞ്ചിലാണ്, അതായത് 1,16,000 ആ റേഞ്ച് തന്നെ കാണിക്കുന്നത്. അപ്പം ആ റേഞ്ചിൻ്റെ ഉള്ളിൽ, അതായത് 1,16,000-ൻ്റെയും 1,19,000-ൻ്റെയും ഉള്ളിൽ നിന്ന് നമുക്ക് ട്രേഡ് ചെയ്ത് സെല്ലും ബൈ എടുത്ത് ഓരോ റെസിസ്റ്റൻസ് നോക്കി അവിടുന്ന് ബ്രേക്ക്
ചെയ്യുന്നില്ല, അവിടുന്ന് ടച്ച് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ റെസിസ്റ്റൻസ് നോക്കി താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് സെല്ലെടുക്കാം. അതുപോലെ തന്നെ സപ്പോർട്ടിൽ നിന്ന് പെട്ടെന്ന് റിവേഴ്സ് ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബൈ എടുത്ത് ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അങ്ങനെയാണ് ട്രേഡിങ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് ഇപ്പം BTC പറ്റി, ബിറ്റ് കോയിനെ പറ്റി ഈ വീക്സിൽ എനിക്ക് പറയാനുള്ളത്. ഇതിപ്പം തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും ട്രേഡിങ് നടക്കുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.